ഭൂപടത്തിൽ മൂന്നാറിനെ പ്രിയപ്പെട്ട് ഇടവാക്കുന്ന ഒട്ടേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ 2016 കൂടി തന്നെ മൂന്നാർ ആനച്ചാലിലെ ഒരു സംഭവം കൂടി തുടങ്ങി വെച്ചിട്ടുണ്ട്. സാഹസികതയും വിനോദവും ഒത്തൊരുമിക്കുന്ന ഒരിടം വണ്ടർ വാലി. സോ വണ്ടർ വാലിയിലെ സാഹസിക യാത്രയിലൂടെയാണ് ഇന്നത്തെ തെക്കുവടക്കിന്റെ അധ്യായം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്കുവടക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നേരത്തെ റോഹൻ പറഞ്ഞ പോലെ വണ്ടർ വാലിയിലാണ്. വണ്ടർ വാലിയിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഏകദേശം 35ഓളം റൈഡുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു 35 റൈഡ് ഇവർ 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫൺ, അഡ്വഞ്ചർ, എക്സൈറ്റിംഗ്, കാർണിവൽ, ആർക്കേഡ് ആൻഡ് കിഡ് സെക്ഷൻ. സോ ഇങ്ങനെ 6 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജിലാണ്. ആൻഡ് അതിനുശേഷം അഡ്വഞ്ചർ ആ ഒരു സെക്ഷനിലുള്ള സിപ്പ് ലൈനിൽ കയറും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബാക്കി റൈഡ്സ് എല്ലാം കാണും അല്ലേ? പോയി തുടങ്ങിയാലോ? സോ കൂടെ കൂടിക്കോ. അങ്ങനെ വണ്ടർ വാലിയിൽ നമ്മുടെ ഫസ്റ്റ് വണ്ടർ എടുപ്പിക്കാൻ പോകുന്നത് സിപ്പ് ലൈനിലൂടെയാണ് അല്ലേ? സോ എനിക്ക് തോന്നുന്നു അഡ്വഞ്ചർ ട്രാക്ക് വരുമ്പോൾ സമയത്ത് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചിലരൊക്കെ പോകുന്നതിന്റെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. മിക്കവാറും സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു അഡ്വഞ്ചർ ഒരു ഐറ്റം കൂടിയാണ് അല്ലേ? ഈ സിപ്പ് ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒറ്റയ്ക്കല്ലേ സിപ്പ് ലൈൻ പോകാം. ഇത് ഡബിൾ ആയിട്ടാണ് പോകുന്നത്. സോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ സിപ്പ് ലൈനിൽ പോകാൻ പോകുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പോയി വെക്കാം. രണ്ടുപേർക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തൽക്കാലം പോവാം. നമുക്ക് റെഡി ആയാലോ? അവിടെ ചേച്ചിമാർ റെഡിയാണ്. ബെൽറ്റൊക്കെ ഇട്ടുതരാൻ. ഹായ്. സിപ്പ് ലൈൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഏറ്റവും യോഗ്യമുള്ള ആൾ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ചെരുപ്പ് കൊണ്ടുപോയി കളഞ്ഞ്? അടിപൊളിയായിരുന്നു. വരുന്ന വഴിയിൽ എൻ്റെ ഒരു ചെരുപ്പ് മിസ്സായി. പക്ഷെ ഇവിടുത്തെ ഗൈഡുകൾ അടിപൊളിയാണ്. നേരെ ഇറങ്ങി തപ്പി കണ്ടുപിടിച്ചു, ചെരുപ്പ് തിരികെ കൊണ്ടുവന്നു. എന്തായാലും റൈഡ് സിപ്പ് ലൈൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് അതിന്റെ എല്ലാ ഐശ്വര്യവും അത് പോയപ്പോണ്ടായിരുന്നു. ഗൈഡ് പോകുന്ന വെച്ചിട്ട് ഇത് കളയാൻ നിൽക്കണ്ട അല്ലെ? കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. ഊരിട്ടിട്ട് പോയിരിക്കും നല്ലത്. അതെ. അപ്പൊ എന്തായാലും സിപ്പ് ലൈനിൽ കഴിഞ്ഞ് വിജയകരമായി നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഓൾറെഡി നെക്സ്റ്റ് എവിടെ പോകണം എന്നുള്ളതിന്റെ ഒരു ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ബഞ്ചി ട്രംപോളിനും അതുപോലെ തന്നെ മെൽഡൗണും. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ അങ്ങോട്ട് വിട്ടാലോ? പോവാം. ഇനി എന്തൊക്കെ കളയാളെ നോക്കി വെച്ചോ. സാഹസികത ഒരുപാടുണ്ടെങ്കിൽ പോലും അതിനൊപ്പം തന്നെ കുന്നിൻ ചെരുവിലെ അല്ലെ പ്രകൃതി എത്രത്തോളം ഒരുക്കി തന്നിട്ടുണ്ടോ അതിനോട് ചേർന്ന് തന്നെയാണ് ചെയ്തതിന്റെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ആൻഡ് നമ്മൾ എങ്ങനെയുണ്ട് ജമ്പ് ചെയ്തിട്ടൊക്കെ? അടിപൊളിയാണ്. മുന്നേ നമ്മൾ ഈ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പൾട്ടി അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ വെയിറ്റ് ഒക്കെ ഇത്തിരി കുറച്ച് സെറ്റ് ആയിട്ട് വെയിറ്റ് കൂടിയോണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോയി. സൗകര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇനി നമ്മൾ നേരെ മേലെ താഴോട്ട് ഇറങ്ങുകയാണ്. അവിടെ എന്തൊക്കെയുണ്ട് നമ്മൾ കാണാൻ? കിഡ്സ് ട്രെയിൻ ഉണ്ട്, ക്രേസി സ്പിന്നർ ഉണ്ട്, പവർ ഷോട്ട് ഉണ്ട്, ബോൾ ബൂസ്റ്റർ ഉണ്ട്, അങ്ങനെ കുറേ അധികം ഐറ്റംസ് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 6 കാറ്റഗറിയിൽ ഒന്നായിട്ടുള്ള ആർക്കേഡ് ഗെയിംസിൽ പെട്ടതാണ് അവിടെയൊക്കെ. കുറച്ചുകൂടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ്. നമ്മൾ കുട്ടികളായിട്ട് വരാം അല്ലേ?
ശരിക്കും ഇവിടുത്തെ വിസ്മയങ്ങളൊക്കെ കണ്ട് കണ്ട് കയറല്ലേ ഇറങ്ങാന്ന് പറയേണ്ടി വരും അല്ലേ. ഓരോ തട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിന്ന് കുറച്ചുകൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. പക്ഷെ ഒരേപോലെ മുതിർന്നവർക്ക് കൂടി അല്ലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഐറ്റംസ് ആണെങ്കിലും ചെയ്യാവുന്ന തന്നെയാണ്. കിഡ്സിന് വേണ്ടി മാത്രമുള്ള സെക്ഷൻ സെപ്പറേറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി രണ്ടു കൂട്ടർക്കും പറ്റിയ ഒരു സ്പോട്ടാണ്. ആൻഡ് കുറച്ചും കൂടെ നമുക്ക് ഷൂട്ട് ചെയ്യാനും ആർച്ചറിക്കും ഒക്കെ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണല്ലേ. അവിടെ നിന്ന് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ നിയോൺ ലൈറ്റ് ഒരു 360 ആംഗിളിൽ കുറച്ചൊന്ന് തല കറക്കും നമ്മളെ. പക്ഷെ കുറച്ച് ത്രില്ലാണ്. അതിനിടയ്ക്ക് നമുക്ക് തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു ശരിക്കും ഈ ഒരു വാട്ടർഫോൾസിന്റെ ഒരു വ്യൂ. നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള സംഭവം എന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനിർമ്മിതമായതിൻ്റെ ഒപ്പം തന്നെ പ്രകൃതിയും കുറച്ച് വരുന്നൊക്കെ ഒരുക്കുന്നുണ്ട്. സോ അത്തരത്തിലൊരു പോയിന്റ് ആയിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു ഫോട്ടോ ബൂത്ത് വേണമെങ്കിൽ പറയാം. ഇതിനിടയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത തട്ടിൽ ഇറക്കുകയാണ്. ശരിക്കും ഈ ഒരു എക്സൈറ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പോയിന്റിൽ എത്തുമ്പോഴും നമ്മുടെ ഒരു എക്സ്പെക്ടേഷന് മേലെയാണ് വരുന്നത്. സുനി അവിടെ നമ്മളെ കാത്തിരിക്കുന്ന അല്ലെ വിസ്മയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ അതാ ബെൽറ്റ് ഇട്ട് നമ്മൾ സെറ്റാണ്. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു റൈഡ് കയറുന്ന സമയത്ത് മാത്രമായിരിക്കും അതിന് വേണ്ടിയിട്ട് ബെൽറ്റ് ചെയ്യുക. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ഡിഫറൻസ്. പക്ഷേ ഈ ഒരൊറ്റ ബെൽറ്റിൽ ആക്ച്വലി നമുക്ക് 6 അഡ്വഞ്ചർ റൈഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഫസ്റ്റ് ഒരു പോയിന്റ് ഉള്ളത്. ഇവിടെ കുറച്ച് തിരക്കാണ്. ഇവിടെ നേരത്തൊക്കെ ഉള്ളതും അതുപോലെ തന്നെ കമാൻഡോ നെറ്റും അതുപോലെ തന്നെ നമുക്ക് മേലെ കാണാൻ പറ്റുന്ന ടയർ വോക്കൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ചാർലി ചാപ്ലിൻ വാക്ക് ഉണ്ട്. ആ പേര് തന്നെ കൗതുകമാണ്. അത് ആക്ച്വലി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഏതാണ്ട് ചാർലി ചാപ്ലിൻ സ്റ്റെപ്പിലേക്ക് പോലെ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ആദ്യം അവിടെ പോയിട്ട് വരാം അല്ലേ. ആദ്യം ചാർലി ചാപ്ലിനാ നമുക്ക് അവിടെ പോയിട്ട് ഏത് ഒഴിവുള്ളേ നോക്കാം. ഓക്കെ, തിരക്കില്ലാത്തതിൽ അങ്ങനെ അല്ലേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. പക്ഷെ എല്ലാം നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ അഡ്വഞ്ചർ ട്രാക്കിലൂടെ തന്നെ ശരിക്കും തെക്കുവടക്കിൽ മുമ്പും കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ചില റൈഡുകളൊക്കെ നമുക്ക് പരിചിതമാണ്. പക്ഷെ നമ്മളങ്ങനെ പോവാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലേ ചാർലി ചാപ്ലിൻ വാക്കിലാണ് പോയത്. ഞാൻ പോയത് ക്രിസ് വേറെല്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ തുടക്കത്തിലെ പേര് കേട്ടപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ചോദിച്ചപ്പോൾ ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ നടക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് പേര് വന്നിരുന്നത്. കാരണം നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ആ വാക്ക് എങ്ങനെയാണെന്നുള്ള ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കറക്റ്റാണ്, പഠിച്ചു. കാരണം വെച്ചാൽ ആ കമ്പി ഒരിക്കലും നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. കയ്യിൽ സ്റ്റിക്ക് ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫണ്ണാണ്, അഡ്വഞ്ചർ പ്ലസ് ഫൺ കൂടി എന്ന് പറയേണ്ടി വരും. എങ്ങനെയുണ്ടായിരുന്നു പ്രസന്റ്? ഞാൻ കയറിയത് ക്രോസ് വാക്ക് ആയിരുന്നു. നമുക്കത് കാണുമ്പോൾ തോന്നും 2 കാലം വെക്കാനുള്ള പലകൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾ അവിടെ വരെ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ വിചാരിക്കെങ്കിലും ആദ്യത്തെ കാലം വെക്കുമ്പോൾ തന്നെ അത് ഇളകാൻ തുടങ്ങും. ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല നമ്മൾ ആദ്യത്തെ കാലം വെക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ഇത് വർക്കൗട്ട് ആവില്ല. നമ്മൾ കുറച്ചു തുടങ്ങും, അപ്പൊ കൂടുതൽ അത് ഇളകി തുടങ്ങും. അതുകൊണ്ടാണല്ലോ അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഉണ്ട് ആക്ച്വലി ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ ടയർ വാക്ക് ഉണ്ട്, കമാൻഡോ നെറ്റ് ഉണ്ട്. നമ്മൾ ബാക്കിൽ മുമ്പ് കയറിയുള്ളതുകൊണ്ടാണ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സോൺ ആക്ച്വലി നല്ല നൈസാണ്. ഒരൊറ്റ ബെൽറ്റിൽ നമുക്ക് കുറേ നേരം അല്ലേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ലാൻഡ്സ്കേപ്പ് ആ ഒരു ലെവൽ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം റോക്സിൻ്റെ ഒക്കെ സൈഡിലൂടെയാണ് ഈ ഒരു വാക്ക് അതിൻ്റെ റോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പ്രകൃതിയോടെ ആണെങ്കിൽ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലേ സംഭവം കൊള്ളാം, ക്ലാസ് ആണ്. പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താണ്ട് സിമ്പിൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിരിച്ചേൽപ്പിക്കണം, തിരിച്ചു കൊടുക്കണം. കാരണം അടുത്ത സെക്ഷനിലേക്ക് ഈ ബെൽറ്റ് അല്ല, പിന്നെ അടുത്ത എയർപിൻ ഇറങ്ങാം അല്ലേ.
എല്ലാ തരം ഏജ് ഗ്രൂപ്പുകാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് വണ്ടർ വാലി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ കുറേ പേരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും ദേശാന്തരങ്ങൾക്ക് അപ്പുറം തന്നെയാണ് അല്ലേ, പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് വൈബ് ബാഗിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ്, നമസ്കാരം. ഒന്നൊരാളൊന്ന് മൈക്ക് വാങ്ങി. ഇതെന്താ രണ്ടുപേരും നീങ്ങി നിൽക്കുന്നത്? ഇവിടെ ഹായ് മാത്രമല്ല, ഇവിടെ ഓൾറെഡി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ആക്ഷനും കട്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരാള് അല്ലേ. സോ പേര് പറഞ്ഞേ കേക്കട്ടെ. പേര് പറഞ്ഞേ. പൊന്നു. പൊന്നുവാണ്. പൊന്നുവിനെ വിളിക്കുന്ന പേരല്ലേ? ശരിക്കുള്ള പേരെന്താ? പേര് പറഞ്ഞ ഇസാ കാതറിൻ. വലിയ പേരാണല്ലോ. സ്വന്തം എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയ. ഇസയുടെ മമ്മി എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് നിവ. ഞാൻ ഇവിടെ തന്നെയാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. ഒരു 5 years ആയി. മൈക്ക വെച്ചിട്ട് പറഞ്ഞോളൂ എല്ലാവരും. ഇതെന്റെ സിസ്റ്റർ നെക്സ്റ്റ്, എന്റെ കസിൻ സിസ്റ്റർ. പിന്നെ ഇത് ഞങ്ങളുടെ ഹോം സ്റ്റേയിലെ ഗസ്റ്റ് ആണ്. വൺ ഓഫ് ദ 2 ദിവസമായിട്ടില്ലെങ്കിലും ഞങ്ങളുടെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയുടെ ഭാഗമായി ഒരു ഭാഗമായി. ഷീസ് എ പ്രിൻസിപ്പൽ ഡോട്ടർ. ദേ ആർ ഫ്രം മുംബൈ. മലയാളീസ് ആണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പൊ ഇവിടെ ഫാമിലി. അപ്പൊ ഇവരും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, തൊട്ടപ്പുറം ഒരു 100 മീറ്റർ ഉള്ളു ഞങ്ങളുടെ ഹോം സ്റ്റേ, ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നു ഇവര് വന്നുള്ളതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. അപ്പൊ അവരൊന്ന് ഇവിടെ എല്ലാം കാണിച്ച് കാര്യങ്ങള്. പിന്നെ കൊച്ചുള്ള കാരണം കൊച്ചിനും നമുക്ക് ഇങ്ങനെ ഒരു വേറെ തീം പാർക്ക് ഇവിടെ അടുത്തില്ല. ഒരു ഫുൾ ഡേ കവർ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. കിഡ്സിനായാലും വലിയവർക്കായാലും എല്ലാ ഐറ്റംസും ഉണ്ട്, നമുക്ക് കേറാം. പക്ഷെ ആരും മടി വിചാരിച്ചിരിക്കരുതെന്ന് മാത്രം. ധൈര്യപൂർവ്വം എല്ലാം അഡ്വഞ്ചർ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഇറ്റ്സ് അഡ്വഞ്ചർ പാർക്ക്. ഇതിന് ഇത്രയും ബെസ്റ്റ് അല്ലെ ഒരു ആഡ് കിട്ടാനില്ല ശരിക്കും ഒരു ആഡ് ട്രാക്കിലൂടെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ശരിയാണ്. കാരണം എല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഒപ്പം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിന് കൂടെ തയ്യാറാവും കൂടി വേണമെന്ന് മാത്രം, മടിച്ചിരിക്കാൻ പാടില്ല. എന്നിട്ട് എല്ലാം കയറിയോ ഞങ്ങള് കംപ്ലീറ്റ് ആവുന്നു. കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് ഇനി മുകളില്. ഇവിടത്തെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഞങ്ങള് രാവിലെ ഇറങ്ങിയതാണ്. ഒരു 10:30 ഞങ്ങൾ ഇവിടെ കയറിയതാണ്. അതിന്റെ ഇടയിലുള്ള കുറച്ച് റെസ്റ്റ് ടൈമിലാണ് നമ്മൾ പിടിച്ചിരുന്നത്. എന്തായാലും ഇവിടെ വന്നിട്ട് ഇവർക്ക് കുറെ മുമ്പ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ടീച്ചറോട് ചോദിച്ചു നോക്കിയോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. വെരി അഡ്വഞ്ചറസ്, വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എന്റെ മോൾക്ക്, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. മോളുടെ പേര് പറഞ്ഞല്ലോ, ടീച്ചർക്കും കയറണം ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? ഞാൻ കയറി, പല ഇതിലും കയറി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പേടിയുണ്ട്, വീണ് പോയെങ്കിലോ പിന്നെ സ്കൂളിൽ എത്താൻ പറ്റില്ല. കാരണം 4 ദിവസത്തെ ലീവേ ഉള്ളൂ. ബട്ട് ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് എക്സൈറ്റിംഗ് പ്ലേസ്. അപ്പൊ ശരിക്കും 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് മുംബൈയിലോട്ട് പോകും. ട്രിപ്പിങ്ങിന് ഇറങ്ങിയതാണ്, അഡ്വഞ്ചർ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടി. അപ്പൊ എന്തായാലും ഒരു കംപ്ലീറ്റ് അല്ലെ ഒരു പാക്കേജ് ഇവിടെ ഉണ്ട് എന്നുള്ളവരുടെ വാക്കുകൾ വ്യക്തമാണ്. അപ്പൊ എന്തായാലും ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്താലോ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു ക്ലൂ തരും. മൂവി റിലേറ്റഡ് ആയിരിക്കും. ഒരു മിനിമൽ പോസ്റ്റർ കാണിക്കും. സോ അത് കണ്ടിട്ട് ഏതാണ് മൂവി എന്ന് ഗസ് ചെയ്യണം. ഫിലിം ഒക്കെ കാണുന്ന ആൾക്കാരാണോ? നല്ല പോലെ കാണുന്നവരാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മിനിമൽ പോസ്റ്റർ ആണ്. ഈ പോസ്റ്റർ കണ്ടിട്ട് ഫോൺ വേണമെങ്കിൽ വാങ്ങി നോക്കിക്കോളൂ. ഏത് ഫിലിമിന്റെ പേരാണെന്ന് ഓർമ്മ വരുന്നെങ്കിൽ പറയാം. ഉത്തരം അറിയുന്ന നമ്മൾ മൈക്ക് തരാം. മലയാളം മൂവിയാണ്. ജസ്റ്റ് ഒന്ന് ആലോചിക്കേ. എന്തെങ്കിലും ഗസ് ഉണ്ടോ? മലയാളത്തിന്റെ ജനപ്രിയ നായകന്റെ സിനിമയാണ്. ഒന്ന് ആലോചിച്ച ജനപ്രിയ നായകൻ ദിലീപ് അല്ലേ? മായാമോഹിനിയാണോ? അല്ല. ഒന്ന് മൈക്ക് കൊടുത്തേ. അതെന്തുകൊണ്ടാ 2 countries? പിക്ചർ കണ്ടപ്പോ ഉടുപ്പ് എന്തായിരുന്നു സന്ദർഭം, സിറ്റുവേഷൻ എന്താ? അജു വർഗീസ് ആ റൂം സെറ്റ് ചെയ്യുന്ന സീൻ. പഴയകാല ഉടുപ്പ് ആണ്. ഉറപ്പാണോ? എന്ന പേര് ഉറപ്പാണെങ്കിൽ അതെ. അമ്മൂമ്മയുടെ ബിലാല്. ഉറപ്പാണെങ്കിൽ പേര് പറഞ്ഞോ. ഉറപ്പിക്കാവോ? യെസ്, റൈറ്റ് ആൻസർ. ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ അല്ലെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് കൈ നിറയെ സമ്മാനങ്ങളായിട്ട് നമ്മൾ റെഡിയാണ്. സോ വാങ്ങാൻ റെഡി ആണല്ലോ അല്ലെ? ഇനിയും കുറച്ച് സന്തോഷം എക്സൈറ്റ്മെന്റ് കാണിക്കണം ഇനിയെങ്കിലും അല്ലേ? അപ്പൊ അതെ ആണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞ ആൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? സോ സൂര്യ കോമഡിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് റൈറ്റ് ആൻസർ പറഞ്ഞ ആൾക്ക് ഇവിടെ ഒരു കൈയടി. അതിന്റെ ഒപ്പം കയ്യിലുള്ള തന്നെ ഓരോരുത്തരായിട്ട് കൊടുത്തോളൂ. അടുത്ത് വരുന്നു
കാശ് ഈസ് പ്യൂർ ആൻഡ് നാച്ചുറൽ. നെല്ലിക്കയും വയനാടൻ കാന്താരി മുളകും മറ്റു പ്രകൃതിദത്ത ചേരുവകളും ചേർത്ത് തയ്യാറാക്കുന്ന സ്പെഷ്യൽ ആണ്. സോ ഇത് കുറച്ചുകൂടെ എനർജി കൂടി പറ്റും. ഇപ്പോൾ ഓൾറെഡി ഹൈ എനർജിയാണ് ഉള്ളത്. ഓക്കെ, ഉണ്ണിക്ക് പറ്റിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അതെ, കുഞ്ഞു മേനിക്കൊത്ത കുഞ്ഞുടുപ്പുകളുടെ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡ് ആയിട്ടുള്ള മാക്കിറ്റോസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം. ഒന്നേ ഉള്ളൂ, 2 പേരുണ്ട്, ഒന്നേ ഉള്ളൂ. ഒന്ന് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ, ചേട്ടന് കിട്ടിയില്ല. യെസ്, ആ സ്പെഷ്യലാ. യെസ്, സോ അടുത്ത ഗിഫ്റ്റ് എത്തുകയാണ്. ഒയസ്ക ഉണ്ണിമായ പാലട പായസം മിക്സ് ആണ്. മധുര ഇഷ്ടമുള്ള ആളാണ് അല്ലേ? ആണ്, കറക്റ്റ് ആൾക്കാണ് പായസം കിട്ടിയിരിക്കുന്നത്. വൈകിട്ട് പോയിട്ട് പായസം ഉണ്ടാക്കാനുള്ള സെറ്റ്. അതെ. അടുത്ത നമുക്ക് മുംബൈ സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി PR കേക്കിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചികളോട് കൂടിയിട്ടുള്ള അറേബ്യൻ ഡിലൈറ്റ്സ് ആൻഡ് വൈറ്റ് പ്ലം കേക്കിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതേ വൈബ് തന്നെ ഇതേപോലെ തന്നെ പോട്ടെ, നമുക്ക് ഇനിയും കാണാം. അപ്പൊ ഇനി ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറിക്കോ, നമ്മളും ബാക്കി റൈഡ്സിലേക്ക് പോവാം. ഓക്കേ, ബൈ. പൊന്നു ബൈ. യെസ്, അങ്ങനെ അടുത്തൊരു സെഗ്മെന്റ് അല്ലെ, റൈഡ്സിലൂടെ പോയി നമ്മള് ഏകദേശം ഇറങ്ങി ചുരം എത്തി. ഒരു സെറ്റ് ഓഫ് റൈഡ്സ്. അതെ, അതിൽ നമ്മൾ ഫസ്റ്റ് പോയത് സൈക്കിളായിരുന്നു, 360 സൈക്കിള്. അത് ഒരേ സമയം അതിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, പിന്നെ നമ്മളും ഒന്ന് പുഷ് ചെയ്ത് ചവിട്ടി എടുക്കണം. അവർ ആക്ച്വലി നമുക്കൊന്ന് പ്രഷർ ചെയ്ത് തരുന്നുണ്ട്. ആ ഒരു ഫ്ലോയിൽ നമ്മൾ ചവിട്ടി പോയാൽ ഫുൾ റൗണ്ട് കിട്ടും. അത് കറക്റ്റ് അതുപോലെ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ മേലെ മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് കയറി തന്നെ സിപ്പ് ലൈനായിരുന്നു, അത് 2 പേരും ഒരുമിച്ചായിരുന്നു. പക്ഷെ ഇവിടെ കുറെ കൂടി ഏരിയ കുറച്ച് കുറവാണ്, ലെങ്ത് കുറവാണ്, പക്ഷെ സോളോ ആണ്. അതിൽ പോയത് ക്രിസ് ആയിരുന്നു, സ്കൈ വാക്കിൽ പോയിട്ടില്ലേ. എനിക്ക് അതിന്റെ ഒപ്പം ഒന്നിച്ച് കുറച്ച് നേരം ചിലന്തിയായിട്ട് പോയിട്ട് വന്നു. ഫൈനലി ഇലക്ട്രിക്കൽ കാർ ഉണ്ടായിരുന്നു, അതിൽ വന്ന് കുറച്ച് സ്കിൽ പരിപാടികളൊക്കെ കഴിഞ്ഞ്. ഈ എയറിൽ നമ്മൾ നടക്കുന്ന പരിപാടി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന പോലെ എളുപ്പമല്ല, അത് വീണ്ടും പറയേണ്ടി വരാണ്. കാരണം നമ്മൾ കാണുമ്പോൾ വിചാരിക്കാം റോപ്പ് ഉണ്ട് കയ്യില്, കാല് വെക്കാനുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ട്, നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ 2 സ്റ്റെപ്പ് ഇതെല്ലാം മൂവബിൾ ആണ്, ഒന്നും ഫിക്സ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് എന്താണോ കാണുന്ന പിക്ചറിലെ അതുപോലെയല്ല. എന്തായാലും ഓരോ തട്ടിലും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണ്. അത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത് അതിന് മേലെയാണ്. നമ്മൾ അത്രത്തോളം എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേ റൈഡുകൾ കൂടി തന്നെയാണ് വണ്ടർ വാലി ഒരുക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നതിന് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയതും പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല, വിചാരിച്ചില്ലാത്തൊരു സാധനത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അത് എന്താണെന്നുള്ളത് നമുക്ക് കയറിയിട്ട് തന്നെ കാണാം അല്ലേ. നമുക്ക് ഭാഗ്യമുണ്ട് കൂട്ടരെ. അപ്പോൾ പോയാലോ. നമ്മൾ പറഞ്ഞ അയക്കതാണ് കേബിൾ കാറ്. നമ്മള് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കാലത്തേക്ക് അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇതാ വീണ്ടും 1-ാം തീയതി മുതൽ റീഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കൂടിയാണ് അതെ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതാ ഞാൻ പറഞ്ഞു, ഭാഗ്യം ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷെ നമുക്ക് കയറാൻ പറ്റി, നമുക്ക് തെക്കോടൊക്കെ പ്രേക്ഷകരോട് കാണിക്കാൻ പറ്റി. നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാ റൈഡും കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ജീപ്പിലാണ് മേലോട്ട് എത്തുക. ആ ജീപ്പിൽ കൊണ്ടുപോകുന്നതും ആക്ച്വലി ഇവരുടെ 35 അഡ്വഞ്ചർ റൈഡില് ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ജീപ്പ് ഓപ്ഷൻ മാത്രമല്ല, നമുക്ക് കേബിൾ കാറിലും കൂടി ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റും. അതിനൊപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ട അതേ റൈഡുകളെല്ലാം നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്.
സോ നമ്മൾ ആക്ച്വലി ഇവിടുത്തെ കഴിയുമ്പോ ജീപ്പ് റൈഡിലായിരുന്നു അവസാനിപ്പിക്കേണ്ടി വരാന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് സർപ്രൈസ് ആയിട്ട് കേബിൾ കാർ കിട്ടി. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കുറെ അധികം അല്ലെ റൈഡുകളോട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി തന്നെയാണ്. അതുവരേക്കും റോഹൻ സൈനിങ്.